CPM നേതാക്കൾക്ക് നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഇന്ന് കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തു വേണം ഇനി മുന്നോട്ട് പോകാൻ. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ കള്ളപ്പണ കേസിലാണ് ഇന്ന് കെ രാധാകൃഷ്ണനും AC മൊയ്തീനും ഹാജരാവാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊച്ചി PMLA കോടതിയാണ് ഇരുവർക്കും സമൻസ് നൽകിയിരുന്നത്. രണ്ടാം ഘട്ട കുറ്റപത്രത്തിന്റെ ഭാഗമായാണ് ഇരുവർക്കും സമൻസ് നൽകിയിരുന്നത്. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ 83 പ്രതികളാണുള്ളത്. ഓണത്തിന് ശേഷവും ബോണസ് നൽകാൻ പണമില്ലാതായതോടെ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. 3000 കോടിക്കായുള്ള കടപ്പത്ര ലേലം ഓഗസ്റ്റ് 26-ന് മുംബൈയിൽ നടക്കും. ഓണക്കാല ചെലവുകൾക്കായി 20,000 കോടിയോളം രൂപയാണ് സർക്കാരിന് ആവശ്യമുള്ളത്. ഈ മാസത്തെ 3ാമത്തെ കടമെടുപ്പാണ് നടക്കാനിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹനുണ്ട്. പ്രജിത്ത്, വീണ്ടും സർക്കാർ കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇതിപ്പോൾ 3ാം തവണയാണ് സർക്കാർ കടമെടുക്കാൻ ഒരുങ്ങുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിന് മുൻപ് നിയമസഭാ സമ്മേളനമൊക്കെ ചേരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പരാതികളില്ലാതെ ഓണക്കാലം കഴിഞ്ഞുകൂടുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഇടതുമുന്നണിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ സംസ്ഥാനത്താകട്ടെ അതിനുള്ള നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അതിനുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ്. കാരണം ഓണക്കാല ചെലവുകൾ കഴിഞ്ഞു കിട്ടാൻ മാത്രം ഏതാണ്ട് 20,000 കോടിയോളം രൂപ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട്. അത്രയധികം പണം ചെലവഴിക്കേണ്ടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുകൾ നൽകിയതോടുകൂടി ഖജനാവ് ഏതാണ്ട് കാലിയായി കഴിഞ്ഞിരിക്കുന്നു. ശമ്പളവും പെൻഷനും ഒന്നും നൽകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് സംസ്ഥാനം പോയിരിക്കുന്നത്. ഈ ചെലവ് ഈ പ്രതിസന്ധി നിയന്ത്രിക്കാൻ വേണ്ടി നേരത്തെ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 25 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷമായി പ്രതിദിന ചെലവുകൾക്കുള്ള ബില്ലുകൾ മാറാനുള്ള പരിധി സംസ്ഥാന സർക്കാർ വെച്ചിരുന്നു. അതിനു മുകളിലുള്ള തുകയ്ക്കുള്ള ബില്ലുകൾ മാറണമെങ്കിൽ, അതായത് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിൻ്റെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് അവസ്ഥ. പക്ഷേ എന്നിട്ടും ഈ പ്രതിസന്ധികളൊന്നും പരിഹരിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ മാസത്തെ ഓഗസ്റ്റ് മാസത്തെ 3ാമത്തെ കടമെടുപ്പിന് ഒരുങ്ങുന്നത്. 3000 കോടിക്കായിട്ടുള്ള കടപ്പത്ര ലേലം ഓഗസ്റ്റ് 26-ന് മുംബൈ ഫോർട്ടിലുള്ള റിസർവ് ബാങ്കിൻ്റെ ഓഫീസിൽ കുബേർ സംവിധാനം വഴിയാണ് നടക്കുക. അങ്ങനെ ഈ 3000 കോടി കൂടി കടമെടുക്കുന്നതോടുകൂടി ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 5 മാസം സംസ്ഥാനം ആകെ കടമെടുത്തേണ്ട 23,000 കോടിയായി മാറും. ഈ ഡിസംബർ വരെ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുക ഏതാണ്ട് 29,799 കോടി രൂപയാണ്. ഇതിൽ 23,000 കോടിയും കടമെടുത്തതോടുകൂടി ബാക്കിയുള്ളത് 6,799 കോടി മാത്രമാണ്. ഈ 6,799 കോടി കൊണ്ട് വേണം ഇനിയുള്ള മാസങ്ങൾ, അതായത് ഡിസംബർ വരെയുള്ള മാസങ്ങൾ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. നിലവിലത്തെ സാമ്പത്തികാവസ്ഥ വെച്ച് ആ പണം കൊണ്ട് മാത്രം സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതേസമയം വലിയ ചെലവുകൾ മുന്നിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ സമ്മേളനത്തിൻ്റെതായ ചെലവുകളുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കുള്ള ചെലവുകളുണ്ട്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സാധാരണക്കാർ മുതൽ സർക്കാർ ജീവനക്കാർക്ക് വരെയുള്ള അതൃപ്തി പരിഹരിക്കുക എന്നുള്ളതൊരു വലിയ ഘടകവുമാണ്. കാശില്ലാതിരുന്നിട്ട് കൂടി ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തതും അത്തരത്തിലുള്ള അതൃപ്തി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ജീവനക്കാർക്കുള്ള ബോണസ് കൃത്യസമയത്ത് നൽകണം, ക്ഷാമബത്ത കുടിശ്ശിക കൃത്യസമയത്ത് നൽകണം, മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തണം. ഇതിലൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. ഈ 6,799 കോടി കൊണ്ട് അത് തീർക്കാനും പറ്റില്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് അറിയാം. അതുകൊണ്ട് തന്നെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ സംസ്ഥാനം വീണ്ടും ഒരു 7,500 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റും ധൂർത്തുമൊക്കെ കണക്കിലെടുത്ത് അതോടൊപ്പം തന്നെ പലതരം സാമ്പത്തിക ഒരു മിസ്മാനേജ്മെൻറ്റ് നേരത്തെ സുപ്രീം കോടതി വിമർശിച്ചതാണ്. സമാനമായ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ 7,500 കോടി കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം കേന്ദ്രം പരിഗണിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്രം കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 8,250 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം ഡിസംബർ വരെ അധികമായി കടമെടുക്കാൻ കേരളത്തിനെ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. അത് സംസ്ഥാനത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് കേന്ദ്രം പോയിരുന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ വീണ്ടും കേരളത്തിൻ്റെ ഗുരുതരമായ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ സാമ്പത്തിക ദുരന്തം താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ വീണ്ടും കടമെടുക്കാനുള്ള ഒരു അനുമതി, കൂടുതൽ കടമെടുക്കാനുള്ള ഒരു അനുമതി കേന്ദ്രം നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും വലിയ ചെലവുകൾ മുന്നിൽ നിൽക്കുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പൈസയില്ല. വിവരങ്ങൾ നൽകിയത് നിത്യച്ചെലവിന് പോലും സംസ്ഥാന ഖജനാവിൽ പണമില്ലാത്തതിനാൽ സർക്കാർ ഈ മാസം 3ാം തവണയാണ് കടമെടുപ്പിനായി ഒരുങ്ങുന്നത്. 3000 കോടി രൂപയ്ക്കായുള്ള കടപ്പത്ര ലേലമാണ് ഈ മാസം 26-ന് മുംബൈയിൽ നടക്കുക. ഇടവേള.